ഒരു പുതിയ ചാനലാണെങ്കിൽ ആ ചാനലിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരു പുതിയ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വീഡിയോകളിലൊന്നും വ്യൂസ് വരില്ല, അതിലൂടെ തന്നെ സബ്സ്ക്രൈബറും ഒട്ടും ഉണ്ടാവില്ല. എന്നാൽ ഇത്തരത്തിലുള്ള പുതിയ ചാനലുകളും ഓരോരോ വീഡിയോകൾ പബ്ലിഷ് ചെയ്യുന്നത് വളരെയധികം ടൈം എടുത്തിട്ടും അതുപോലെ തന്നെ വളരെയധികം പൈസ ചെലവാക്കിയിട്ടുണ്ട്. അതായത് കുക്കിംഗ്, ട്രാവൽ ഇത്തരം ചാനലുകൾക്കൊക്കെ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും യാത്ര പോകേണ്ടി വരും, അല്ലെങ്കിൽ കുക്കിങ്ങിനായിട്ട് കുറേ ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കേണ്ടി വരും. ഇതിനൊക്കെ പൈസ ചിലവുണ്ട്. ഇങ്ങനെ പൈസ ചിലവാക്കിയിട്ടും നമുക്ക് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വ്യൂസും വരുന്നില്ല, അതിൽ സബ്സ്ക്രൈബറും വരുന്നില്ലെങ്കിൽ ഒരു പുതിയ ചാനലാണെങ്കിൽ ആ ചാനലിന് വളരെയധികം വിഷമം ഉണ്ടാവും, വളരെയധികം സങ്കടം ഉണ്ടായിരിക്കും. എന്നാൽ ഇങ്ങനെ വ്യൂസ് വരാത്തതും അല്ലെങ്കിൽ സബ്സ്ക്രൈബർ വരാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ SEO ടെക്നിക്സുകൾ അറിയുന്നില്ല എന്നതുകൊണ്ടാണ്. അതായത് യൂട്യൂബ് ചാനൽ നടത്തണമെങ്കിൽ ഓരോ വീഡിയോകളിലും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന കാര്യം ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ വീഡിയോസ് എത്ര നല്ലതാണെങ്കിലും യൂട്യൂബിലുള്ള മറ്റു വ്യൂവേഴ്സിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള നിങ്ങൾ സബ്സ്ക്രൈബറായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ അത്തരത്തിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അറിയാത്ത ആൾക്കാർക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ ചെയ്ത് അതായത് നമ്മൾ ഡെയിലി വീഡിയോസ് ചെയ്ത് അതിൽ കൊടുക്കുന്ന ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും, അതായത് നിങ്ങളുടെ ചാനലിൽ ഏത് കീവേഡിലാണ് കൂടുതൽ ഓഡിയൻസ് വരിക എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുകയാണ് ഇതിനുള്ള ഏറ്റവും നല്ല മെത്തേഡ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ട്, അതായത് മറ്റ് ബിഗ് ചാനലുകളിലെ വീഡിയോസ് നമുക്ക് പബ്ലിഷ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് യൂട്യൂബിൻ്റെ SEO ടെക്നിക്സും പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പൈസയും ചിലവാക്കാതെ തന്നെ നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. ഈ കാര്യം പറയുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതിന് പ്രൂഫ് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് അവസാനം കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെത്തേഡ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ തന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പുതിയ ചാനലാണ് 10-20 വീഡിയോകൾ മാത്രമാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ചാനലുകളിലും ചെയ്യാം. എല്ലാം നേരം മറിച്ച് നിങ്ങളുടെ ചാനലൊരു 10-200 വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചാനലാണെങ്കിൽ ഈ മെത്തേഡ് ആ ചാനലിൽ ചെയ്യരുത്. ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ചെയ്ത് നോക്കാം. യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു മ്യൂസിക്കോ അല്ലെങ്കിൽ ഒരു സൗണ്ട് എഫക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ക്ലിപ്പോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതുപോലെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റീയൂസ്ഡ് കണ്ടന്റ് വരും, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരും. ഇങ്ങനെ കോപ്പിറൈറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ചാനലിലെ വീഡിയോസ് അതുപോലെ തന്നെ അവരുടെ കണ്ടന്റ് നമ്മുടെ ചാനലിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിപ്പ് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ആ ചാനലിന്റെ കോപ്പിറൈറ്റ് മാച്ച്ഡ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു സെറ്റിംഗ്സ് എല്ലാ ചാനലുകൾക്കും യൂട്യൂബ് തന്നിട്ടുണ്ട്. ഈ ഒരു സെറ്റിംഗ്സ് വെച്ചുകൊണ്ട് തന്നെ ഏതൊരു ബിഗ് ചാനലിനും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അവരുടെ വീഡിയോസ് അവർക്ക് കോപ്പിറൈറ്റ് മാച്ച്ഡ് ടൂൾസ് കൊണ്ട് അറിയാനും സാധിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ചാനൽ എന്തായാലും നമുക്ക് കോപ്പിറൈറ്റ് തരും. അങ്ങനെ ആ കോപ്പിറൈറ്റിലൂടെ തന്നെ സ്ട്രൈക്ക് വന്ന് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവും എന്നുള്ളത് 100% ഉറപ്പാണ്. അതായത് ഏതൊരു ചാനലിൻ്റെയും വീഡിയോ നിങ്ങൾ അതുപോലെ തന്നെ ഫുൾ കണ്ടന്റ് കോപ്പി ചെയ്ത്, അതായത് ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അതിലൂടെ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവുള്ളൂ, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവില്ല. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡാണ് ഒരു ചാനലിൻ്റെ ഒരു വീഡിയോനെ നമുക്ക് റിയാക്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓടിച്ചെന്ന് ഏതെങ്കിലും ഒരു വീഡിയോനെ ഡൗൺലോഡ് ചെയ്ത് അതുപോലെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം വീഡിയോയ്ക്കും കോപ്പിറൈറ്റ് വരും. നേരെ മറിച്ച് ഞാൻ കുറച്ച് ചാനലുകൾ കാണിച്ചു തരാം. അതിനുശേഷം ആ ചാനലുകൾ എങ്ങനെയാണ് ഈ വീഡിയോകളൊക്കെ റിയാക്ഷൻ ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റ് ചാനലുകളിലെ വീഡിയോകൾ എടുത്ത് അതുപോലെ തന്നെ റിയാക്ഷൻ ചെയ്ത് അതിൽ ആഡ് വന്ന് അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ കാണുന്ന ചാനലുകളെ ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതായിരിക്കും. ഈ ചാനലുകളൊക്കെ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ ഭാഷയിലും അതുപോലെ തന്നെ മറ്റു ഭാഷകളിലുള്ള ചാനലുകളാണ്. ഈ ചാനലുകളിലൊക്കെ റിയാക്ട് ചെയ്യുന്ന വീഡിയോകളെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് വ്യൂസ് ഉള്ള മലയാളം വീഡിയോസിനെയാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ വീഡിയോനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ വീഡിയോയിൽ നിന്ന് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് അവർ കൊടുക്കുന്നത്, ഒരു വീഡിയോനെയും നെഗറ്റീവായിട്ട് കാണിക്കുന്നില്ല. അതായത് ആ വീഡിയോകളിൽ ചെയ്തിട്ടുള്ള അപാകതകളോ അല്ലെങ്കിൽ ആ വീഡിയോയിൽ വന്നിട്ടുള്ള തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നല്ല പറയുന്നത്. നേരെ മറിച്ച് ആ വീഡിയോ കണ്ട് ആസ്വദിക്കുന്നതും, അതായത് നമ്മളൊക്കെ ഓരോ ദിവസവും ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വീഡിയോനെ നിങ്ങൾ സെലക്ട് ചെയ്യുക, അതായത് മലയാളത്തിൽ തന്നെയുള്ളതോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ മറ്റു ഭാഷകളിലോ ഉള്ള ഒരു വീഡിയോനെ സെലക്ട് ചെയ്ത്
ആ വീഡിയോ വാച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ പോസിറ്റീവ് ഫീഡ്ബാക്കുകളും കൊടുക്കുക. ഇങ്ങനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നതിലൂടെയുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചാനലിൻ്റെ ഓഡിയൻസും അതുപോലെ തന്നെ ആ ഒരു ചാനലിലെ ഫാൻസും നിങ്ങളുടെ ചാനലിൽ കാണുകയും ആ വീഡിയോ കണ്ടിട്ട് അതിനെ റിയാക്ട് ചെയ്യുന്നത് അവർ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. അതായത് നിങ്ങൾ ഏത് റിയാക്ഷൻ ചാനൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ഒരുപാട് ഓഡിയൻസ് ഉണ്ടാവും. പെട്ടെന്ന് ഓഡിയൻസ് കിട്ടുന്ന ഒരു കാറ്റഗറിയും കൂടിയാണ്. അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ് എല്ലാവരും വിചാരിക്കേണ്ട. റിയാക്ഷൻ വീഡിയോ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ, അതായത് വോയിസ് ആയിട്ടോ വീഡിയോ ആയിട്ടോ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഒരു 70% ആ വീഡിയോയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെക്കൻഡറി ലെയറിലാണ് നമ്മുടെ ഉപയോഗിക്കുന്ന ബിഗ് ചാനലിൻ്റെ വീഡിയോ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ വോയിസ് ഉപയോഗിക്കുന്നിടത്ത് പലയിടത്തും, അതായത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് 70% നമ്മുടെ കണ്ടന്റ് ആയിരിക്കണം അതിനകത്ത്. ഒരു 30% മാത്രമാണ് അതർ കണ്ടന്റ് വരാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അതർ കണ്ടന്റിന്റെ വോയിസ് നമ്മൾ എടുക്കുമ്പോൾ അത് യൂട്യൂബ് റെക്കഗ്നൈസ് ചെയ്യാത്ത രീതിയിൽ ജസ്റ്റ് എഡിറ്റിങ്ങിൽ ചെറിയൊരു മാറ്റം കൂടി വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആരുടെ വീഡിയോ വേണമെങ്കിലും നമ്മുടെ ചാനലിൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ്, അതുപോലെ തന്നെ ഫൺ വീഡിയോ ആണ്, എന്റർടൈൻമെന്റ് വീഡിയോ ആണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ സ്ട്രൈക്കോ കോപ്പിറൈറ്റോ ഒന്നും വരില്ല. നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോ വെച്ച് നമുക്ക് SEO ടെക്നിക്സുകളും പഠിക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് വ്യൂസ് ഉണ്ടാക്കാം, പെട്ടെന്ന് സബ്സ്ക്രൈബർ ഉണ്ടാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനെ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടന്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.